എന്താന്ന് അറിയില്ലടാ, അവിടെ ചെല്ലുമ്പോ അവിടുത്തെ അവസ്ഥ. അതിനിപ്പോ ചാടി നീ പോകേണ്ട ആവശ്യമുണ്ടോ? വിളിച്ചു ചോദിച്ചാ പോരെ. ആ ചെല്ലുമ്പോ അറിയാം. ഇനിയെങ്കിലും പറ. ഞാൻ പറഞ്ഞല്ലോ, നമുക്കെല്ലാം നിർത്താം. പാരൻസിനെ വെറുപ്പിച്ചുകൊണ്ട് ഇനിയൊന്നും വേണ്ട. സോ നമുക്ക് നല്ല ഫ്രണ്ട്സായി ഇത് അവസാനിപ്പിക്കാം. നീ എന്തീ പറയണേ? ഫ്രണ്ട്സ് ആവ്. എൻ്റെ പാരൻസ് അവരാണ് എനിക്കെല്ലാം. സോ അവരെ വിഷമിപ്പിക്കാൻ എനിക്ക് പറ്റും. ഇഷ്ടമെന്ന് പറഞ്ഞപ്പോ ഈ പാരൻസിനൊന്നും ആലോചിച്ചില്ലല്ലോ. നീ എന്തേ പറയണേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഞാനെന്താ പൊട്ടനാണോ? നീ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കുന്നതാണോ തോന്നണേ? ആണോ ആണോ? നീ ഇത്ര ഇമോഷണൽ ആവേണ്ട കാര്യമില്ല. പ്രാക്ടിക്കലായി ചിന്തിക്കേ. ഞാൻ പോവാ. അടുത്ത മാസം എൻ്റെ എൻഗേജ്മെൻറ്റാ. പറ്റാണെങ്കിൽ വരാം. അമ്മ ഞാൻ പുറത്തു പോവാ. പൈസ വല്ല എൻ്റെ അടുത്ത്. എൻ്റെ എവിടുന്ന മോനെ പൈസ? പൈസ ഉണ്ടാവില്ല, ഒരു കൂപ്പൺ ഉണ്ടാവില്ല. എല്ലാവർക്കും നല്ല ഫോണുണ്ട്, എനിക്ക് മാത്രം കഴിയില്ല. എന്തെങ്കിലും കഴിച്ചിട്ട് പോടാന്ന്. എനിക്കൊന്നും വേണ്ട, ഞാൻ പോവാ. എന്താ പ്രശ്നം? നീ പറ. ഓ, അപ്പം അവളും പോയല്ലേ? നീ വിട്ടുകളാ. ഇതിപ്പോൾ ആദ്യമായിട്ടൊന്നല്ലോ. വിട്ടുകളാ. പറഞ്ഞില്ലേ, അത് ഇന്നലെ ഉണ്ടായല്ലേ. അതൊക്കെ നമുക്ക് ശരിയാക്കാം. ഇതേ ഇവിടെ കൂട്ടുകാരൊക്കെ ഇരിക്കുന്നുണ്ട്. ഒന്ന് നിർത്തി വെക്കടാ. അതെ, ഒരു സെക്കൻഡ്, ഞാൻ പിന്നെ വിളിക്കാം. നീ ഒരു ബൈക്ക് എടുത്ത് വല്ലയിടത്തും പോ, എല്ലാം ശരിയാവും. അന്ന് നമുക്കൊരു ട്രിപ്പ് പോയാലോ? അയ്യോടാ, നാളെ എനിക്ക് വീട്ടുകാരായിട്ട് ഒരു പരിപാടി ഉണ്ട്. ഓ വീട്ടുകാർ. ഓ ടൈമായി, ഞാൻ പോട്ടെ. അല്ലെങ്കിൽ വാ, നീയും വാ, നമുക്ക് ഒരുമിച്ച് പോവാം. ഓ എന്താടാ? എടാ നമുക്ക് നാളെ ഒരു റൈഡിന് പോയാലോ? പെട്രോൾ അടിക്കാൻ പൈസ ഇല്ല. ഓ അതൊക്കെ ഞാൻ എടുത്തോളാടാ, നീ ഒന്ന് വന്നാ മതി. അപ്പൊ നാളെ എപ്പോഴാ? ആ നാളെ നമുക്ക് രാവിലെ ഇറങ്ങാം. അല്ല എന്താടാ ഇപ്പൊ പെട്ടെന്ന്? അവളായിട്ട് ഇപ്പൊ പണ്ടത്തെ പോലെ കറക്കും കാര്യങ്ങളൊന്നും ഇല്ലേ? സാരായിട്ട് ബ്രേക്കപ്പ് ആയിടാ. എന്ത്? അവളുടെ എൻഗേജ്മെന്റ് ആടാ, അടുത്ത മാസം. എനിക്ക് അന്നേ അറിയാവുന്നു അവളതിനെ തേച്ചിട്ട് പോന്ന്. എന്ന്? അന്ന്. എന്താടാ ഞാൻ പറഞ്ഞ കാര്യം? പ്ലീസ് ഡാ പ്ലീസ് ഡാ പ്ലീസ് പ്ലീസ്. എൻ്റെ 100 നീ ഒന്ന് പോയേ. ആൻറ്റിക്ക് വയ്യടാ, എന്തായാലും അവിടെ പോകണം. പെട്രോൾ അടിക്കാൻ പോകാൻ എന്താടാ പ്ലീസ് പ്ലീസ് പ്ലീസ്. നീ ഒന്ന് പോയേ, നീ അവനോട് ചോദിക്കും. എടാ നിനക്കെന്താ പറ്റിയേ? നീ എന്തിങ്ങനെ? എടാ നീ ഏതോ പെണ്ണിന്റെ അടുത്ത് പ്രപ്പോസോ സർപ്രൈസോ എന്നൊക്കെ പറഞ്ഞു പോയിട്ട് എന്തായി? അതെന്തായി? അതൊന്നും പറയാണ്ടിരിക്കട വേദം. എന്നാലും പറവാല കേക്കട്ടെ എന്താന്ന്. ഞാൻ ഇന്നലെ രാത്രി അവൾക്ക് സർപ്രൈസ് കൊടുക്കാൻ പോയി. ആദ്യം അവളുടെ വീടിൻ്റെ ഗേറ്റിൻ്റെ മുമ്പിൽ ചെന്നപ്പോൾ ഞങ്ങൾ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നിനക്കൊരു സർപ്രൈസ് തരാൻ പോകുന്നു. അവൾ ഓക്കെ എന്നും പറഞ്ഞു. പിന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല, നേരം കൂടി മതിലടി കയറി ചെന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പട്ടിയായി, വീട്ടുകാരായി, നാട്ടുകാരായി. അപ്പോഴാണ് ശരിക്കും സർപ്രൈസ് ആയത്. വീട് മാറിപ്പോയിടാ, അത് അവളുടെ വീടല്ലായിരുന്നു. ശരിക്കും കിട്ടിണ്ടാവൂലേ? ഇല്ലടാ, അതിനു മുമ്പ് ഞാൻ ഓടി. അത് നടത്താൻ കണ്ടപ്പോ മനസ്സിലായി. അടിയാ പ്ലീസ് ഡാ, 100 പ്ലീസ് ഡാ, ആൻറ്റിക്ക് എഴുതണ്ടാടാ പ്ലീസ് ഡാ പ്ലീസ്. പിന്നെ ശരിയാ, ബൈ, താങ്ക്സ്. എടാ അളിയാ, വിശക്കൂടാ, നമുക്ക് വലുതും കഴിച്ചാലോ? എൻ്റെ ഒരു 40 രൂപ അല്ലേ മേടിക്കാം. അപ്പം
മറ്റേ കാര്യമില്ല, നമുക്ക് ശരിയാക്കാം. കണ്ട ലവ് ബേർഡ്സ്, നമുക്കൊക്കെ ഇനി ആന്റി പൂഞ്ചി എന്ത്? തുമ്പി തുമ്പി അതാ. ഡാ പട്ടി, നീ എന്താ നേരത്തെ പറയണ്ടിരുന്ന? ഓ അത് പിന്നെ കാഞ്ചിനും പോയിനും ഞാൻ നിങ്ങളായിരുന്നല്ലോ വലിയ. എന്നാ ശരിടാ, നാളെ കാണാം. ആ മുണ്ടെന്തി കോപ്പ്. ഡാ, ഒരു പെണ്ണ് പോയാ വേറെ 100 പെണ്ണുങ്ങൾ വരും. നീ ആ വണ്ടി എടുത്തേ, നമുക്ക് പോവാ. ആ നവാ പോവാം. ഞാൻ കാരണം നിനക്ക് ഷോ അടിക്കണ്ട. നീ എൻ്റെ മുത്തറല്ല ചങ്ക. ഓ, ഈ മുത്തിനും ചങ്കിനൊന്നും ഒരു കുറവില്ല. എന്നാലും അവളെന്താ ഈ ഡയലോഗ് പറയാത്ത? ഓ ചെട്ട തുടങ്ങി. എന്താ നീ ഇങ്ങനെ ഇരിക്കണേ? ഒന്നുമില്ല. എന്നോട് പറയ്, എന്നോട് പറയണ എന്താന്ന് വെച്ചാ പറയ്. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ഫോൺ തന്നെ തരാം. ഡാ, നീ അത് കണ്ട? എല്ലാവരും ജോലി അത് ഇത് എന്നൊക്കെ പറഞ്ഞൊരു തിരക്കില്ല. നമ്മളോ ഒന്നും അറിയണ്ട, വീട്ടിൽ പോയാൽ ഫുഡ് അടിക്കുക, ഉറങ്ങുക. നമ്മളെത്ര ലക്കിയാലേ. ഡാ, ഞാനത്ര നല്ലവനൊന്നുമല്ല, എന്നാലും പറയാം, നമ്മൾ ശരിക്കും വീട്ടുകാർ ചതിക്കല്ലടാ. ഈ വാട്സാപ്പ്, ഫേസ്ബുക്ക്, ലൈൻ ഇതൊന്നല്ലടാ ലൈഫ്. നമുക്ക് വേണ്ടി ജീവിച്ച പാരൻസിന് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ഓ, നിനക്കിതല്ലാണ്ട് വേറെ ഒന്നും പറയാല്ലേ? നീ ഒന്ന് വേറെ വലുതും പറയൂ. നീ എവിടെങ്കിലും പോയിരുന്ന ആലോചിക്ക്, അപ്പം മനസ്സിലാവും നിന്റെ തെറ്റെന്താന്ന്. നീ ആ ഫോൺ ഇങ്ങോട്ട് തന്നെ, ഞാൻ പോവാ. ഇനി നീയായി നിന്റെ പാടായി.
എന്തേ വയ്യേ നിനക്ക്? നീ എന്താ ഇങ്ങനെ കിടക്കണേ? എണീറ്റിരിക്കേ, കാര്യം പറയ്. നിന്റെ മുഖം വല്ലാണ്ടിരിക്കണ്ടല്ലോ. എന്താന്ന് വെച്ചാ പറയ്. അമ്മയ്ക്ക് എന്നെ ഇഷ്ടമാണ് അമ്മ. നീ എന്താ അങ്ങനെ ചോദിക്കണേ? നീ അല്ല എൻ്റെ അല്ല. ഞാൻ കുറെ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട് അമ്മ. നീ എന്ത് ചെയ്താലും നീ എൻ്റെ മോനല്ലേ. അമ്മയ്ക്ക് നിന്നെ എപ്പോഴും ഇഷ്ടം. എന്നോട് ക്ഷമിക്കാമേ. നീ എന്തിനാ കരയണേ? എന്നെയും കൂടി കരയിപ്പിക്കൂ. നീ ഇവിടെ ഇരിക്കേ, ഞാനിപ്പോ വരാം. നിനക്ക് അച്ഛൻ വാങ്ങിച്ചു വെച്ചതാ എക്സാം പാസ്സാകുമ്പോ തരാനായിട്ട്. ഇതെന്താ ഇപ്പൊ തരണേ? നീ നന്നാവുമെന്ന് എനിക്കറിയാം.